ഇനിയിപ്പോൾ നമുക്ക് പോകേണ്ടത് പാലക്കാടാണ്. ഏറ്റവും അധികം ലോട്ടറി ടിക്കറ്റുകൾ വിറ്റുപോയത് പാലക്കാടെന്നാണ് മനസ്സിലാക്കുന്നത്. ഷംന ആണ് ചേരുന്നത് കൂടുതൽ വിശദാംശങ്ങളുമായി. ഷംന, പാലക്കാട് അതിർത്തി കടന്ന് ഭാഗ്യം തേടി എത്തുന്നവരുടെ എണ്ണം ഒട്ടും കുറവല്ല. കഴിഞ്ഞ തവണ ഒരു തമിഴ്നാട് സ്വദേശിക്കാണ് ഈ ഓണം ബമ്പർ അടിച്ചതെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പം എങ്ങനെയാണ് പാലക്കാട്ടെ ഇത്തവണത്തെ വിൽപ്പന എന്നാണ് മനസ്സിലാക്കുന്നത്? ഷംന എത്ര ടിക്കറ്റ് എടുത്തിട്ടുണ്ട്? ഞാൻ ടിക്കറ്റ് എടുത്തു. ഒപ്പം ഡെസ്കിലുള്ള കുറേ പേര് പാലക്കാട് നിന്ന് തന്നെ ടിക്കറ്റ് എടുക്കണം എന്ന് പറഞ്ഞ് എന്നെ പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നു. എല്ലാവർക്കുള്ള ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. പാലക്കാട്ടിലെ ഒട്ടുമിക്ക കടകളിലും ഇപ്പോൾ ടിക്കറ്റ് കിട്ടാനില്ല, എല്ലാം തീർന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് മൂകാംബിക ലക്കി സെന്ററിലാണ്. 2022 ഭാഗ്യശാലി ഇവിടെയായിരുന്നു, ഈ കടയിൽ നിന്നാണ് അടിച്ചത്. അവിടെയാണ് നമ്മളുള്ളത്. ടിക്കറ്റൊക്കെ നിലവിൽ വിറ്റ് തീർന്നിട്ടുണ്ട്, ബമ്പർ ടിക്കറ്റുകളൊക്കെ. ചേട്ടാ, 2022 ഭാഗ്യശാലി ഇവിടെ നിന്നായിരുന്നു. ഇത്തവണ അടിക്കുമെന്ന് പ്രതീക്ഷയുണ്ടോ? പ്രതീക്ഷയുണ്ട്. പാലക്കാടാണ് ഏറ്റവും കൂടുതൽ ടിക്കറ്റ് വിറ്റിരിക്കുന്നത്. നല്ല പ്രതീക്ഷയുണ്ട്. എല്ലാ ജില്ലകളിൽ നിന്നും പാലക്കാടാണ് എടുത്തിരിക്കുന്നത്. എവിടെയും ടിക്കറ്റ് ഇല്ല, എല്ലാം കഴിഞ്ഞു. ഇപ്പോൾ തന്നെ എല്ലാവിടെയും. എത്ര മണിക്ക് ടിക്കറ്റൊക്കെ എപ്പോൾ തീർന്നു? ഇന്നാണോ കഴിഞ്ഞത്? എന്നാണ് കഴിഞ്ഞത്. ഈ ആദ്യഘട്ടത്തിൽ ഈ ടിക്കറ്റ് വിറ്റ് തീരാത്തതുകൊണ്ടാണ് പിന്നെ നീട്ടി വെച്ചത്. അപ്പൊ ഒരു ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു? തീർച്ചയായും ഉണ്ടായിരുന്നു. നമ്മുടെ അഭ്യർത്ഥന പ്രകാരം ചെയർമാൻ ഇടപെട്ടിട്ട് മാറ്റിവെച്ച് തന്നു. GST പരിഷ്കരണമൊക്കെ അതൊക്കെ വല്ലാതെ ബാധിച്ചിരുന്നല്ലേ? അതിന് സാധാരണ വിൽക്കാൻ പോണവർക്കൊക്കെ നല്ല ബാധിച്ചിട്ടുണ്ട് അതല്ലേ. അപ്പൊ എന്തായാലും ഭാഗ്യശാലി ഉണ്ടാവും തന്നെ പ്രതീക്ഷ. പ്രവിധ, അത് തന്നെയാണ് പാലക്കാട്ടിലെ ഓരോ ലോട്ടറി കടക്കാരും ആ പ്രതീക്ഷയാണ് നമ്മളോട് പങ്കുവെക്കുന്നത്. കാരണം എല്ലാ തവണയും നമുക്കറിയാം പാലക്കാട് റെക്കോർഡ് വിൽപ്പനയാണ് ലോട്ടറിയുടെ കാര്യത്തിൽ ഉണ്ടാവാറുള്ളത്. അത് ഇത്തവണ പാലക്കാട്ടുകാർ തെറ്റിച്ചിട്ടില്ല. ഒപ്പം തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഇവിടെ വന്ന് ടിക്കറ്റ് എടുക്കുന്നവരുടെ കാര്യം കുറവല്ല. നമ്മൾ തൊട്ടടുത്തുള്ള മറ്റൊരു ലോട്ടറി. ചേട്ടാ, ലോട്ടറി എടുക്കുന്നത്? ലോട്ടറി അല്ല, ലോട്ടറി കടയിൽ നിൽക്കുക. ടിക്കറ്റ് എടുത്തോ? എടുത്തു. അവസാനത്തെ ടിക്കറ്റ് ഞാനൊരു കൗതുകം കൊണ്ടൊരു കാര്യം ചോദിക്കട്ടെ. ഈ കടയിൽ നിൽക്കുന്ന ആളുകൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടോ? നമ്മൾ അറിയിക്കണം. ചേട്ടാ, നിങ്ങളുടെ കടയല്ലേ, നിങ്ങൾ ടിക്കറ്റ് എടുത്തായിരുന്നു? എടുത്തിട്ടുണ്ട്. ഭാഗ്യപരീക്ഷിക്കണ്ടേ? അതെ, പ്രവിധ, ഇവരും ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഭാഗ്യപരീക്ഷണം തന്നെയാണ്. എന്തായാലും ടിക്കറ്റ് ഒക്കെ എപ്പോൾ വിറ്റ് തീർന്നു? ഇന്ന് ഏകദേശം ഒരാഴ്ച പോസ്റ്റ്പോൺ ചെയ്തുകൊണ്ട് നേരത്തെ ടിക്കറ്റൊക്കെ തീർന്നു. ഇതിപ്പോൾ അഡീഷണൽ കുറച്ചുണ്ടായിരുന്നത് വിറ്റ് തീർത്തതാ. ഏകദേശം ഒരു 10-11 മണിയോടെ ടിക്കറ്റൊക്കെ കഴിഞ്ഞു. അടിക്കുന്ന പ്രതീക്ഷ തീർച്ചയായിട്ടും. അതാണ് ലോട്ടറി കടക്കാർ ഉൾപ്പെടെ ടിക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.